ഇരുട്ട് പിടിച്ചൊരു മുറി. ഞാൻ ചോദിച്ചു, ഇരുട്ടത്താണോ അപ്പനിട്ടിരിക്കുന്നത്? ഈ മുറിയിൽ വെട്ടവും വെളിച്ചോ ഇല്ലേ? അച്ഛാ, അപ്പൻ അതാണ് ഇഷ്ടം. കിടപ്പ. ഈ മുറിയിൽ ഇരുട്ട് മാത്രമൊന്നല്ല, ഭയങ്കര ദുർഗന്ധം. ഓ, ദുർഗന്ധം സഹിക്കാൻ പറ്റണില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യരാ? ഈ മുറി, അപ്പൻ കിടക്കുന്ന മുറിയല്ലോ, ഒന്ന് ക്ലീൻ ചെയ്തുകൂടെ? അവിടെ ഒരു നല്ല വെട്ടവും വെളിച്ചവും ഉണ്ടോ, മുറിയാക്കി മാറ്റിക്കൂടെ? അപ്പൻ കിടക്കുന്ന മുറിയല്ലേ. അച്ഛാ, ആഗ്രഹമുണ്ട്, അപ്പൻ സമ്മതിക്കണ്ടേ? ഞാൻ ചോദിച്ചു, ദുർഗന്ധം. അങ്ങോട്ട് ചെല്ലു. ഞാൻ അങ്ങോട്ട് ചെന്നു. മക്കൾ എന്റെ കൂടെയുണ്ട്. ഈ കിടക്കുന്ന കിടപ്പില് അപ്പന്റെ പ്രവൃത്തി എന്നാന്നറിയോ? അവിടെ കിടന്ന് 24 മണിക്കൂറും ചീത്ത തെറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കൂട്ടത്തിൽ ആരെങ്കിലും അവിടെ സഹായിക്കാൻ വന്നാൽ അവിടെ കിടന്നോണ്ട് കാർക്കിച്ചു തുപ്പും. ഓ, ഈ ഭാര്യ, ഇയാളുടെ ഭാര്യ എന്നോട് പറയാം, എന്റെ അച്ഛ കണ്ടില്ലേ, ഇതാണ് സ്വഭാവം. ആര് സഹായിക്കും അച്ഛ? ദുർഗന്ധം സഹിക്കാൻ പറ്റണില്ല അച്ഛ. ഇയാള് പറയണ ഈ മണം മതി, ഈ ദുർഗന്ധം മതി. അച്ഛ ഒന്ന് ഇയാളെ ഒന്ന് തുടയ്ക്കണം, ഒന്ന് വൃത്തിയാക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ മുറി ഒന്ന് ക്ലീൻ ചെയ്യണം. സമ്മതിക്കണ്ടേ അച്ഛ? രാത്രിയിലൊക്കെ കിടന്നുകൊണ്ട് ഓളിയിടുന്നു. ഉറുക്കൻ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ഓളിയിടും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭാര്യയോടും മക്കളോടും ചോദിച്ചു, ഇയാളെന്താ ഇങ്ങനെ? ഇതെന്ത് അവസ്ഥ? രാത്രിയിലൊക്കെ കിടന്നിട്ട് ഇങ്ങനത്തെ ബഹളം ഉണ്ടാക്കുന്നു, ഇതെന്താ അവസ്ഥ? അപ്പോഴാണ് ഭാര്യ പറയുന്നത്, അച്ഛാ, എങ്ങനെ ഉണ്ടാകാതിരിക്കും? ആയ കാലത്ത് ഈശോയെന്ന് വിളിച്ചിട്ടില്ല അച്ഛ. ആയ കാലത്ത് ഈശോയെന്ന് വിളിച്ചിട്ടില്ലതേ. ഞങ്ങൾ അപ്പുറത്ത് മുറി ഇരുന്നോണ്ട് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിയാൻ ഇപ്പുറത്ത് മുറി ഇരുന്നോണ്ട് മദ്യപിക്കും. എന്നിട്ട് അവിടെ ഇരുന്നോണ്ട് ഞങ്ങളെ ചീത്ത പറയും. പള്ളി പോകത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, യേശുവെന്ന് വിളിക്കത്തില്ല. ആരോഗ്യം ഉള്ളപ്പോ ഇതൊന്നും ചെയ്തിട്ടില്ല അച്ഛ. പിന്നെ എങ്ങനെ ശരിയാവുന്നേ? ഭാര്യ പറഞ്ഞതിൽ കാര്യമുണ്ട്. ആരോഗ്യം ഉള്ളപ്പോ ഈശോ എന്ന് വിളിച്ചാൽ എന്താ ഗുണമെന്നറിയോ? നിന്റെ ജീവിതത്തിൽ നിനക്ക് ആരോഗ്യം ഇല്ലാത്തപ്പോ ഈ വിളിച്ചത് നിന്റെ തലയുടെ മുകളിൽ കിടക്കും, ഒരു അനുഗ്രഹം പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവണുണ്ടോ? നിനക്ക് ആരോഗ്യം ഉള്ളപ്പോ പള്ളി പൊക്കോണം, ആരോഗ്യം ഉള്ളപ്പോ ഈശോ എന്ന് വിളിച്ചോണം. നിനക്ക് ഇപ്പൊ ഈ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാൻ നിനക്ക് ആരോഗ്യമുണ്ട്, നിനക്ക് ഈശോ എന്ന് വിളിക്കാൻ ശേഷിയുണ്ട്. യെസ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഓർത്തോണം, നാളെ എന്താകുമെന്ന് ഒരു പിടുത്തവും ഇല്ല. നാളത്തെ അവസ്ഥ നിനക്ക് അറിഞ്ഞുകൂടാ. നിനക്ക് ഇപ്പൊ ആരോഗ്യം ഉണ്ടല്ലോ, ഈ സമയത്ത് നീ ഈശോ എന്ന് വിളിച്ചോണം. നാളെയല്ല. ചിലരോടൊക്കെ ധ്യാനത്തിന് വരാൻ, പ്രാർത്ഥിക്കാൻ വരുമ്പോ അവര് പറയും, റിട്ടയർഡ് ആവട്ടെ. റിട്ടയർഡ് ആയിട്ടെ 70 വയസ്സായിട്ട് എന്തിന്? എഴുന്നേറ്റ് പോലും നടക്കാൻ പറ്റാൻ ആരോഗ്യമില്ല, കാല് രണ്ടും നീരുമായിട്ട് ഇരിക്കുമ്പോ ഞാൻ ധ്യാനത്തിന് വരാം. ഇപ്പൊ തിരക്കാണ്, തിരക്ക്. ഇപ്പൊ നീ തിരക്കും പിടിച്ചോണ്ട് നടന്നോ? ഓർക്കണം, ഈശോയുടെ നേരെ നീ കൈ നീട്ടിയാൽ നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരികയില്ല.